നമസ്കാരം മക്കളെ, സൂപ്പർ സാറാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ട് ബിഗ് ബോയ്സിനെ കുറിച്ചാണ്. ഒന്നാമത്തെ ആള് CS കമ്പ്യൂട്ടർ സയൻസ്, രണ്ടാമത്തേത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ECE. കുട്ടികളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഇതിൽ ഏത് ബ്രാഞ്ച് എടുക്കണമെന്നുള്ളത് അല്ലേ? നമുക്കിപ്പോ CS ആകുമ്പോൾ ഒത്തിരി ബ്രാഞ്ചസുകൾ അതിനുള്ളിൽ തന്നെ ഉണ്ട്. പല രീതിയിൽ കൂടെ കുട്ടികൾക്ക് അവിടെയും കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ രണ്ട് മെയിൻ കാര്യം മാത്രം. ഇതിലേതാണ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനം? നമുക്കറിയാം, ഇതൊരു 4 വർഷത്തെ ഏറ്റവും ഒരു വലിയ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കോഴ്സിലോട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ക്യാഷ് ആണെങ്കിലും അതിന് ചെലവാക്കുന്ന കാര്യങ്ങളെല്ലാം ഹൈ നിൽക്കുന്ന ഒരു സമയമാണ്. ഇത് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ലൊരു ഡ്രീം ഉണ്ടായിരിക്കണം അല്ലേ? നല്ലൊരു ജോലി കിട്ടണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ചൂസിങ് ഏതെടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ മാറണം. നല്ലൊരു കൃത്യമായിട്ട് ഏകദേശം, നമുക്ക് ഒരിക്കലും കൃത്യമായിട്ട് 100% പറയാൻ പറ്റില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതിനാണ് പോകേണ്ടത്, ആരാണ് രാജാവ് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ ഏകദേശം ഒന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് CS-ഉം ECE-യും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എല്ലാവർക്കും കുറച്ചൊക്കെ അറിയാം. ഇതിൽ നമുക്ക് ഏറ്റവും സാധ്യത കൂടുതൽ എല്ലാ കുട്ടികളും ഇപ്പൊ നമ്മുടെ ഏകദേശം ഒരു 50% അടുത്ത് കുട്ടികൾ പോകുന്നത് CS-നാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് CS-ന് തന്നെയാണ്. പക്ഷെ അപ്പൊ ECE നോക്കുമ്പോൾ ECE മോശമല്ല. പക്ഷെ ഇതിൽ ഏതാണ് നമ്മളിപ്പോൾ 2025 നമ്മൾ ജോയിൻ ചെയ്യുന്നത്. 2029 ആവുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങുള്ളൂ ഇല്ലേ? ഏകദേശം 4 വർഷം കഴിയുമ്പോൾ ഇറങ്ങുമ്പോൾ ഏതിനാണ് ചാൻസ് കൂടുതൽ എന്നുള്ളതുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലാതെ ഇപ്പോഴത്തെ ട്രെൻഡ് മാത്രം നോക്കിക്കൊണ്ടല്ല നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ ഏതാണ് അതിവേഗം വളരുന്നത്, ഏതാണ് മാൻ പവറിന്റെ ആവശ്യമില്ലാത്തത്, അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. CS-ന്റെ കാര്യത്തിലാണെങ്കിൽ പലയിടത്തും ഇപ്പൊ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി മാൻ പവർ മീൻസ് മനുഷ്യനെ വെച്ചുകൊണ്ടുള്ള വർക്കുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഓർക്കുമ്പോൾ അതല്ലെങ്കിൽ അത് ചിന്തിക്കുമ്പോൾ ഇത്തിരി തട്ടുകേട്, ജോലിക്ക് കുറവൊന്നും ഇല്ലെങ്കിലും ജോലിക്ക് ആവശ്യമായിട്ടുള്ള മനുഷ്യന്റെ കുറവ് ഇപ്പോൾ കൃത്യമായിട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളതാണ്. പല രീതിയിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ CS-ന്റെ സാധ്യതകൾ നോക്കുമ്പോൾ ഒത്തിരി ജോബിനെ കുറിച്ച് പറയുമ്പോൾ ഏത് സെക്ഷനിലും CS വേണം. പക്ഷെ അവിടെ മനുഷ്യന്റെ ആവശ്യങ്ങൾ ഇപ്പോൾ നന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനി ഒരു 4 വർഷം കഴിയുമ്പോൾ അതിന്റെ തോത്, അതിന്റെ റേറ്റ് എന്തുമാത്രമാണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷെ നമുക്ക് ECE നോക്കുമ്പോൾ ഇതിന്റെ ചാൻസുകൾ, ഇതിന്റെ സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് നമ്മുടെ ഇപ്പോൾ ഓട്ടോ സെക്ടറിലാണെങ്കിൽ പോലും സെമി കണ്ടക്ടേഴ്സും ചിപ്പ് ഡിസൈനിങ്, ഇത് വളരെ അതിവേഗം വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഈ 2 കാര്യങ്ങളാണ്, സെമി കണ്ടക്ടറിന്റെയും ചിപ്പ് ഡിസൈനിങ്ങിന്റെയും. ഇതിന് പല കമ്പനീസുകൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇതിന്റെ ആവശ്യം ഭയങ്കരമാണ്. പക്ഷെ ഇവിടെ ഇപ്പോഴും അതിൻ്റെതായിട്ടുള്ള ലഭ്യത കുറവായതുകൊണ്ട് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ എത്തിക്കുന്നതും. ഈ കാർ നിർമ്മാതാക്കളാണെങ്കിൽ എല്ലാത്തിലും ഇത് ഭയങ്കര, ഇപ്പൊ നമുക്കൊരു കാർ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം 1 വർഷത്തെ ടൈം പീരീഡ് ഒക്കെ അവർ പറയുന്നത് അല്ലേ? ഇപ്പൊ ഹൈ റൈഡറൊക്കെ നമ്മുടെ ആദ്യത്തെ ഹൈ റൈഡർ, ഹൈക്രോസ് ഒക്കെ ടൊയോട്ടയുടെ ബുക്ക് ചെയ്യുമ്പോൾ അവർ പറയും 1.5 വർഷം നിങ്ങൾ കാത്തിരിക്കണം. ഈ 1.5 വർഷം കഴിഞ്ഞ് കാത്തിരുന്ന ഒരു കാർ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഒരു വിഷമം തന്നെയാണ്. എന്നിട്ടും ആൾക്കാർ അങ്ങനെ ബുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുള്ളിലൊക്കെ സെമി കണ്ടക്ടേഴ്സിന്റെ ഒക്കെ ലഭ്യത കുറവ്, ഷോർട്ടേജ് കൊണ്ടൊക്കെ അതിൻ്റെ ഒരു കാരണമാവുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ വരുമ്പോൾ ഇതിന് സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, അപ്പൊ CS-ന്റെ സാധ്യത മോശമൊന്നുമില്ല. CS-ന് നിങ്ങൾ പോകുന്ന ഒരാളാണെങ്കിൽ നല്ലതുപോലെ മീൻസ് നന്നായിട്ട് പഠിച്ചു പോകും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ CS-ന് പോകാവുള്ളൂ. CS-ന്റെ ഏത് ബ്രാഞ്ചസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ പിന്നെ പല രീതിയിലുള്ള ബ്രാഞ്ചസിനെ കുറിച്ച് മാത്രമാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ, കാരണം അതിപ്പോ പറയാനുള്ള സമയമില്ല, അത് ഒത്തിരി ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇപ്പൊ CS-ന് പോകുന്ന ഒരു കുട്ടി ഏറ്റവും നന്നായിട്ട് അതിനോട് ഇഷ്ടം, അതുപോലെ സെൽഫായിട്ട് നമുക്ക് സ്കില്ല് ഉള്ള ഒരാൾ മാത്രമേ പോകാവുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു കാര്യം കൂടെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ CS-നും ECE-യും ഒക്കെ പല രീതിയിൽ കൂടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്, പോകുന്നില്ല. അപ്പൊ പല കോളേജസുകൾ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കോളേജസിന് ഭയങ്കര റോളാണുള്ളത്. നമ്മളല്ലാതെ സാധാരണ ഒരു സ്കൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പോലെ അല്ല നമ്മളൊരു BTech കോളേജിനെ സെലക്ട് ചെയ്യുമ്പോൾ. നമ്മൾ പലരും ചെയ്യുന്നത് ECE-യും CS-ഉം ഒക്കെ അല്ലെങ്കിൽ പല ബ്രാഞ്ചസ് എടുക്കുമ്പോൾ ഈ CS-ന് വേണ്ടി നമ്മൾ ഏത് കോളേജ് അന്ന് നോക്കാതെ പോയി ജോയിൻ ചെയ്യും.
അത് വലിയൊരു പ്രശ്നമായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. CS കിട്ടാൻ വേണ്ടി വലിയൊരു അത്ര നല്ലതല്ലാത്തൊരു കോളേജിൽ പോയി ജോയിൻ ചെയ്താൽ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായില്ല. പക്ഷെ EC ചിലപ്പോൾ ഒരു നല്ല കോളേജ് കിട്ടുമായിരിക്കും, പക്ഷെ CS ഇച്ചിരിയുടെ മോശമായിട്ടുള്ള കോളേജിലായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും പോയി CS കുറച്ച് പേര് എടുത്തിട്ട് അതുകൊണ്ടൊരു പ്രയോജനമില്ല. അപ്പൊ നിങ്ങൾ കോളേജിനെയും കൂടെ ശ്രദ്ധിച്ചോണം. CS കിട്ടാൻ വേണ്ടി കോളേജിനെ നിങ്ങൾ അടിയറവ് വെച്ചാൽ, മീൻസ് ഒരു കോളേജ് മോശമായിട്ടുള്ള ഒരു കോളേജിനെ പോയി എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അങ്ങനെയും കൂടെ ശ്രദ്ധിക്കണം. നല്ലൊരു കോളേജും നല്ലൊരു രീതിയിൽ CS കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം CS. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു കഴിവും കാര്യങ്ങളൊക്കെ ഇപ്പൊ കോഡിംഗ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരൊക്കെ ആണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് അറിയാം. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ കൂടെ ഉള്ളവർ മാത്രമേ അതിന് മസിൽ പിടിച്ച് പോയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വലിയൊരു പ്രയോജനമില്ലാതെ ഇറങ്ങേണ്ടി വരും. ബട്ട് EC എന്ന് പറയുമ്പോൾ ഇപ്പൊ ECയും ട്രിപ്പിളി ഒക്കെ ഏകദേശം ഒരു 70-75% പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം സെയിം ആണ് കേട്ടോ. അത് ECയും ട്രിപ്പിളി ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ട്രിപ്പിളി നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ. ഇതൊന്നും വലിയൊരു വ്യത്യാസങ്ങളില്ല. നമ്മുടെ എന്തായാലും നമ്മുടെ ഇപ്പൊ വാഹന വിപണി വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബാറ്ററി ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന. അതുകൊണ്ട് EC എന്ന് പറഞ്ഞാൽ എന്റെ നോട്ടത്തിൽ ഒരു 4 വർഷം കഴിഞ്ഞിട്ടും ഒരിക്കലും നിറം മങ്ങാതെ ടോപ്പായിട്ട് നിൽക്കാൻ സാധ്യതയുള്ളത് ECക്കായിരിക്കും. ബട്ട് CS കാര്യത്തിൽ നമ്മുടെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാരെ കുറവാണെന്നേ ഉള്ളൂ. ജോലിക്ക് ഒരിക്കലും മീൻസ് ഇതിന്റെ ആവശ്യകത കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് പോകും. പക്ഷെ അതിനുള്ള മാൻ പവറിന്റെ ആവശ്യം കുറയാൻ വളരെ വളരെ സാധ്യതയുണ്ട്. ഇപ്പൊ പല സെക്ടറിലും നിങ്ങൾക്കറിയാം റോബോട്ടിനെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഈ റോബോട്ടിന്റെ ഉപയോഗം വന്നപോലെ അതുപോലെ പല രീതിയിൽ കൂടെ AI ടൂൾസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒക്കെ നമുക്ക് മാൻ പവർ, ഒരാളുടെ ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമില്ലാത്തൊരു സമയമായിക്കൊണ്ടിരിക്കുക. അതിനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു 4 വർഷം കഴിയുമ്പോഴത്തേക്ക് എത്രത്തോളം കണ്ടുപിടിച്ച് എത്രത്തോളം ആൾക്കാരെ വേണ്ട എന്നൊക്കെ ഉള്ളത് ആ ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് EC നല്ല കോളേജിൽ ഒരു വലിയ മോശമില്ലാത്തൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പോകാം. ഒരു കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാൻ വളരെ വളരെ സാധ്യതയാണ് CS-നെക്കാളും. ഓക്കെ, ഈ രണ്ട് തമ്മിലുള്ള ഈ ചെറിയ വ്യത്യാസം ഒന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാനും ഒന്ന് ഓർമ്മപ്പെടുത്താനും ഒക്കെയാണ് വന്നത്. എല്ലാവരും കാത്തിരിക്കുക. ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനൽ കൂടെ കൃത്യമായിട്ട് നിങ്ങൾ എത്തിച്ചിരിക്കും. നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിടുക. ഓക്കെ, ഇനി മറ്റൊരു ഇതേപോലത്തെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് ഈ ചാനൽ കൂടെ നമ്മൾ എത്തിയിരിക്കും. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.